നമസ്കാരം. കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൻ്റെ ഇരുട്ടുമുറി ചർച്ചയിൽ, ദാവൂദ് നയിക്കുന്ന ഇരുട്ടുമുറി ചർച്ചയിൽ മീഡിയ വണ്ണിൻ്റെ എഡിറ്ററായിട്ടുള്ള പ്രമോദ് രാമൻ ഒരു കമൻ്റ് പറയുകയാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന വിപ്ലവത്തിൻ്റെ മുഖമായി ലോകം മനസ്സിലാക്കിയിട്ടുള്ള ലോകത്തിലെ ഏത് പ്രതിരോധ പോരാട്ടങ്ങളുടെയും ഊർജമായി യുവാക്കളും വിപ്ലവകാരികളും സംശീകരിക്കും ചെഗുവേരയെക്കുറിച്ച്. ചെഗുവേര ഒരു ഡ്രഗ് അഡിക്റ്റാണ്. ഇത് പ്രമോദ് രാമനല്ല ആദ്യമായിട്ട് പറയുന്നത്. ഇന്ത്യയിലെ സംഘപരിവാർ ഹാൻഡിലുകൾ നിരന്തരമായി ചെഗുവേരയ്ക്കെതിരെ ആരോപിക്കുന്ന ഒരാരോപണം. നമുക്കറിയാം, ലോകം മുഴുവനുള്ള ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന മൂലധനം കണ്ടെത്തുന്നതിൽ പ്രധാന മാർഗം കറുപ്പ് വിൽപ്പനയാണ്. അതുകൊണ്ടായിരിക്കണം മീഡിയ വണ്ണിലുള്ള കറുപ്പിൻ്റെ പുകച്ചുരുളിനുള്ളിൽ ഇരുന്ന് അതിൻ്റെ ലഹരിയിൽ, അതിൻ്റെ മായാവലയത്തിൽ ഇരുന്നു കൊണ്ട് പ്രമോദ് രാമന് ചെഗുവേര എന്നുള്ള ലോക വിപ്ലവകാരിയെ ഒരു ഡ്രഗ് അഡിക്റ്റായി അവതരിപ്പിക്കാൻ കഴിച്ചു. ചെഗുവേരയുടെ ചുണ്ടിൽ എപ്പോഴും ഒരു ക്യൂബൻ ചുരുട്ടുണ്ടാവാറുണ്ട്. ചെഗുവേര നമുക്കറിയാം, അദ്ദേഹം സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ തരം ലിറ്ററേച്ചറും നമുക്ക് ലഭ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു ബ്രാൻഡ് തന്നെ ചെഗുവേരയാണ്. സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ അല്ലെങ്കിൽ വിപ്ലവത്തിൻ്റെ മുഖമാണെങ്കിൽ കൂടി ക്യാപിറ്റൽ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബ്രാൻഡ് ചെഗുവേരയാണ്. അതുകൊണ്ട് തന്നെ ചെഗുവേരയെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും എവിടെയും ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചെഗുവേരയുടെ കുട്ടിക്കാലം, ചെഗുവേര പോരാട്ടങ്ങളിലേക്കെല്ലാം എടുത്തു ചാടുന്നതിന് മുമ്പുള്ള കുട്ടിക്കാലത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, മിക്കവാറും ചെഗുവേരയെക്കുറിച്ചായതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ ആരാണ് ചെഗുവേര? കവിയായ, യാത്രികനായ, ഡോക്ടറായ, ഭരണകർത്താവായ, ഒളിപ്പോരാളിയായ, അങ്ങനെ പല മുഖങ്ങളുള്ള ഒരു അത്യുജ്വല വ്യക്തിത്വമാണ്. ചരിത്രത്തിലുള്ള വളരെ തീക്ഷ്ണമായ ഒരു അത്യുജ്വലമായിട്ടുള്ള വ്യക്തിത്വമാണ് ഏണസ്റ്റോ ഗുവേര അല്ലെങ്കിൽ ചെഗുവേര എന്ന് പറയുന്നത്. ഇപ്പം ചെഗുവേരയുടെ ബാല്യം, ചെഗുവേര മെയ് 14, 1928 അർജന്റീനയിലെ റൊസാരിയോയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വരുന്ന വിഭാഗത്തിലെ ഒരു കുടുംബത്തിലെ 5 മക്കളിൽ മൂത്തവനായിട്ടാണ് ചെഗുവേര ജനിക്കുന്നത്. ചെഗുവേരയുടെ കുട്ടിക്കാലം തന്നെ ചെഗുവേര വളരെ സജീവമായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത്, അവൻ്റെ രക്തത്തിൽ, അവൻ്റെ സിരകളിൽ ഒഴുകുന്നത് ഐറിഷ് റവല്യൂഷണറികളുടെ രക്തമാണ് എന്നുള്ള, ഐറിഷ് വിമോചന പോരാളികളുടെ രക്തമാണ് എന്ന് പറഞ്ഞത്. അതായത് ചെഗുവേരയുടെ കുടുംബം അർജന്റീനയിലേക്ക് എത്തിപ്പെടുന്ന നിരന്തരമായ കുടിയേറ്റങ്ങളുടെ ഫലമായിട്ടാണ്. അർജന്റീന സ്വാതന്ത്ര്യത്തിന് മുമ്പേ കുടിയേറിയൊരു കുടുംബമാണ്. അതായത് ഐറിഷ് പശ്ചാത്തലമുള്ള കുടുംബങ്ങളിലൊന്നാണ്. അപ്പം അതിൻ്റെ പേരുകളിലൊന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഐറിഷ് വിപ്ലവകാരികളുടെ രക്തമാണ് ചെഗുവേരയുടെ ഞരമ്പുകളിൽ ഓടുന്നത് എന്നുള്ള കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. അപ്പം കുട്ടിക്കാലം തന്നെ പാവങ്ങളോട് വളരെ ഒരു ഉദാരതയും അനുതാപമുള്ള ഒരു കുട്ടിയായിരുന്നു ചെഗുവേര എന്നുള്ളത് മാത്രമല്ല, ചെഗുവേര വളർന്ന കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെ അച്ഛൻ എന്താണ്, പലതരം വിമോചന പോരാട്ടങ്ങളോട് ഐക്യദാർഢ്യപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. മാത്രമല്ല, അവരുടെ വീട്ടിൽ ചില വിപ്ലവകാരികൾ, സ്പാനിഷ് സിവിൽ വാറിലെല്ലാം പങ്കെടുത്ത ചില വിപ്ലവകാരികൾ ഒളിച്ചിരിക്കാൻ വേണ്ടി ഉപയോഗിച്ച വീടായിരുന്നു. അതായത് എപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള ഡിസ്കോഴ്സുകൾ, സംഭാഷണങ്ങളും പ്രവർത്തനങ്ങളും നിരതമായ ഒരു വീട്ടിൻ്റെ ഉള്ളിലാണ് ചെഗുവേര ജനിച്ചു വളർന്നത്. നമുക്കറിയാം, ചെഗുവേര ക്യൂബൻ ചുരുട്ട് എപ്പോഴും ചുണ്ടുകളിൽ എരിയെങ്കിലും
അദ്ദേഹം കടുത്തൊരു ആസ്മ രോഗിയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ആസ്മ രോഗം അദ്ദേഹത്തിനെ അലട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അത്ലറ്റിക് മേഖലയിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു, ആദ്യകാലത്ത് തന്നെ പുറത്താക്കപ്പെട്ടു. ഈ രോഗാവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് സ്വിമ്മിങ്, നീന്തൽ, ഫുട്ബോൾ, ഗോൾഫ്, ഷൂട്ടിങ്, ഇങ്ങനെയുള്ള അതേപോലെ സൈക്ലിങ്, ഇങ്ങനെയുള്ള പല സ്പോർട്സിലും അദ്ദേഹം വളരെ സചേതനമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് ഇന്നത്തെ കുട്ടികളെ പോലെ അലസന്മാരായിട്ടുള്ള ആൾക്കാരല്ല. ഇപ്പം ഡ്രഗിനും മറ്റു കാര്യങ്ങൾക്കെല്ലാം അടിമപ്പെടുന്ന കുട്ടികളുടെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം. അവർ വളരെ ലേസിയാണ്, ഏത് സമയവും ഇത്തരം കാര്യങ്ങളിൽ മാത്രമേ പക്ഷെ ചെഗുവേര എന്തായിരുന്നു, ചെഗുവേര വളരെ സചേതനമായിട്ട് എല്ലാ കായിക മത്സരത്തിലും, അതേപോലെ റഗ്ബി എന്നുള്ള അദ്ദേഹം നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി റഗ്ബി എന്നുള്ള കായിക ഇനം കളിച്ചിട്ടുണ്ട്. അതേപോലെ നിരവധി ചെസ് ടൂർണമെൻറ്റിൽ അദ്ദേഹം 12-ാം വയസ്സിൽ തന്നെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അത്രയ്ക്ക് വളരെ സ്പോർട്ടീവായിട്ടുള്ള, വളരെ ക്ഷമത ഒരർത്ഥത്തിൽ ആസ്മ രോഗത്തെ മാറ്റി നിർത്തിയാൽ കായിക ക്ഷമതയുള്ള, കായികത്തിനോട് അടങ്ങാത്ത താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. ഇതിനെ കൂടാതെ അദ്ദേഹത്തിനുണ്ടായ മറ്റൊരു സ്വഭാവം കവിത എഴുതുക എന്നുള്ളത്. കവിത വായിക്കുക. പലരുടെ അന്നത്തെ പാബ്ലോ നെരൂദയുടെ, ജോൺ കീറ്റ്സിൻ്റെ, ഇങ്ങനെയുള്ള മഹാന്മാരായിട്ടുള്ള ലോകോത്തര കവികളെ വായിക്കുക, കവിത എഴുതുക എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗുവേരയുടെ വീട് ഒരു 3000 പുസ്തകങ്ങൾ സമ്പന്നമായ ലൈബ്രറി ഉണ്ടായിരുന്ന ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ കാൾ മാർക്സിനെ പോലുള്ള തത്വചിന്തകരെയും സാമ്പത്തിക വിദഗ്ധരെയും വളരെ ഏർലി ഏജിൽ തന്നെ പഠിക്കാനും മനസ്സിലാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 1948 ചെഗുവേര എന്ത് ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റി ഓഫ് ബ്രൂണസ് അയേഴ്സിലുള്ള യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം മെഡിസിന് ചേരുന്നത്. ചെഗുവേര ഡോക്ടറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1948 അദ്ദേഹം മെഡിസിൻ ചേരുന്നത്. 1950 അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറ്റൊരു നിർണായകമായ കാര്യം നടന്നത്, അദ്ദേഹം ആദ്യമായിട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഒരു സോളോ ട്രിപ്പ്, മോട്ടോർ ബൈക്ക് എടുത്തിട്ട് അദ്ദേഹം സോളോ ട്രിപ്പ് ഏകദേശം 4500 കിലോമീറ്റർ അദ്ദേഹം ട്രാവൽ ചെയ്തു. ആ കാലയളവിൽ തന്നെയാണ് ഒരു 6 മാസം അദ്ദേഹം നേഴ്സായിട്ട് സേവന രംഗത്തുണ്ടായിരുന്നു, നേഴ്സായിട്ട്. പിന്നെ അതേപോലെ 1952 അദ്ദേഹം മറ്റൊരു യാത്ര, 9 മാസത്തേക്ക് അദ്ദേഹം മറ്റൊരു യാത്ര ചെയ്യുന്നത്, ഏകദേശം 8000 കിലോമീറ്റർ, അതായത് ഒരു മോട്ടോർ ബൈക്കിൽ, അതായത് ദക്ഷിണ അമേരിക്കൻ വൻകര മുഴുവൻ ചുറ്റുന്ന രൂപത്തിലുള്ള ഒരു യാത്ര, ലാറ്റിൻ അമേരിക്ക ചുറ്റുന്ന മുഴുവൻ ഒരു യാത്രയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനെ പിൻപറ്റി പിന്നീട് ഒരു സിനിമ വന്നിട്ടുണ്ട്, ദ മോട്ടോർ സൈക്കിൾ ഡയറീസ്. വാട്ടർ സെയിൽസ് സംവിധാനം ചെയ്തിട്ടുള്ള, ജോസ് റിവേര തിരക്കഥ ചെയ്തിട്ടുള്ള ഒരു സിനിമ, വിശ്വപ്രസിദ്ധമായ സിനിമയാണ്. അപ്പോൾ ഈ യാത്ര അദ്ദേഹത്തിന് സാധ്യമാക്കിയ പല കാര്യങ്ങളുണ്ട്. അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം കാണാൻ തുടങ്ങിയത് ഈ യാത്രയിലാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള, ലാറ്റിൻ അമേരിക്കയുടെ വ്യത്യസ്ത തരത്തിലുള്ള ഖനികളായാലും മറ്റ് പല മേഖലകളിലെയും ചൂഷണം അദ്ദേഹം നേരിട്ട് കാണാൻ തുടങ്ങുന്നത് ഈ ഒരു യാത്രയിലാണ്. അപ്പോൾ ഈ യാത്രയുടെ തുടക്കത്തിൽ വെറും അഡ്വഞ്ചർ അല്ലെങ്കിൽ ഇതുമായിട്ട് മാത്രം താല്പര്യമുള്ള ഒരു യാത്രയായിരുന്നു. പക്ഷെ പിന്നീട് അഡ്വഞ്ചർ എന്നുള്ള രൂപത്തിൽ നിന്ന് മാറി അതൊരു രാഷ്ട്രീയ, ഒരു പൊളിറ്റിക്കൽ യാത്രയായിട്ട് മാറി എന്നുള്ളത് പിന്നെ ചരിത്രം രേഖപ്പെടുത്തിയ കാര്യമാണ്. അദ്ദേഹത്തിന് യാത്രയിലൊരു സഹയാത്രികനാണ്, ആൽബർട്ടോ ഗ്രനേഡോ എന്നുള്ള ഒരു സഹയാത്രികനും കൂടി ആ യാത്രയിൽ ഉണ്ടായിരുന്നു. ആ സിനിമ ഈ യാത്രയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചെല്ലാം വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ച സിനിമയാണ്. നിങ്ങളെല്ലാവരും ആ സിനിമ കാണുക. ചെഗുവേരയുടെ ആ ചെറുപ്പത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ചെഗുവേരയുടെ ജീവിതത്തിലെ ഒരു ഘട്ടത്തെ വളരെ ഹ്രസ്വമായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ചെഗുവേരയുടെ ചെറുപ്പം, അതായത് വിപ്ലവ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം എടുത്തു ചാടുന്നതിന് മുമ്പേ ചെഗുവേര എന്ന മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്.
ഇപ്പം പ്രമോദ് രാമനെ പോലുള്ള അല്പന്മാരായിട്ടുള്ള യാതൊരു വിവരവും ഇല്ലാത്ത ആൾക്കാർ വായി തോന്നിയത് എന്തെങ്കിലും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ സംഘപരിവാറിൻ്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ലിറ്ററേച്ചർ എടുത്ത് ഇങ്ങനെ പ്രയോഗിക്കുമ്പോൾ അദ്ദേഹം അപമതിക്കുന്നത് ലോകം മുഴുവനുള്ള വിപ്ലവ പോരാട്ടങ്ങളെയാണ്, പ്രതിരോധങ്ങളെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം അദ്ദേഹത്തിന് ഇല്ലാതെ പോയതിൽ നമുക്ക് സങ്കടപ്പെടേണ്ട കാര്യമല്ല. അദ്ദേഹം എന്താണ് മാപ്ര എന്ന് വിളിക്കുന്ന ഗണത്തിൽപ്പെടുന്ന വെറും മൂന്നാംകിട മാധ്യമപ്രവർത്തകൻ മാത്രമാണ്. യാതൊരു അക്കാഡമിക് പിൻബലവും ഇല്ലാത്ത വെറും മൂന്നാംകിട മാധ്യമപ്രവർത്തകൻ മാത്രമാണ്. നമുക്ക് അദ്ദേഹത്തിനോട് ക്ഷമിക്കുക എന്നുള്ളതല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല ഇത്. ഓക്കെ.